രാധാമണി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അപർണ തടഞ്ഞു വെച്ചിട്ട് ചോദിക്കും, ആ വരച്ചേര് പുറത്തൊക്കെ പോകാൻ തുടങ്ങിയോ? രാധാമണി ചോദിക്കും, എനിക്കെന്താ പുറത്തു പോയാൽ? അപർണ ഒരു മുനവെച്ച രീതിയിൽ രാധാമണിയോട് എന്തൊക്കെയോ പറയാണ്. രാധാമണിയും അതേ രീതിയിൽ തന്നെ തിരിച്ചു പറയും. അതും പറഞ്ഞ് രാധാമണി പോകുമ്പോൾ അപർണ പറയും, ഇവരെ ഇനി ഇവിടെ നിർത്തിക്കൂടാന്ന് പറയും. കാണുമ്പോൾ പാവം പോലെയാണെന്നുള്ളൂ, പക്ഷെ പാവമൊന്നും അല്ല എന്ന് പറയും. രാധാമണി പറയും, ഞാൻ ആരാന്ന് നീ കാണാതിരിക്കുന്നേ ഉള്ളൂ, ഈ കഥയിലെ നായിക ഞാനാ, രാധാമണി വരച്ചേർ. അബി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാണ്. പുറത്ത് തന്നെ അമലും ജാനകിയും നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പോവാണ് സേനൻ്റെ ഭാര്യ നിരഞ്ജന. അവരെ തടഞ്ഞു നിർത്തിയിട്ട് ജാനകിയോട് വയ്ക്കും, ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് സേനൻ്റെ ഭാര്യ. ജാനകി അവരോട് സംസാരിക്കും. അവർ പറയും, എൻ്റെ ഭർത്താവിനെ കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തിയില്ലേ, അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്നൊക്കെ പറയും. ജാനകി പറയും, അഭിയേട്ടനല്ല കൊന്നതെന്ന് തെളിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വെറുതെ വിട്ടതെന്ന് പറയും. ജാനകി അമലും കൂടി സേന മരിക്കാനുണ്ടായ കാരണവും പറഞ്ഞു കൊടുക്കും. വീട്ടിലെത്തി കഴിയുമ്പോൾ രാധാമണി ഓടി വന്ന്, മോനെ പോലീസ് ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തോന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് തന്നെ അപർണയും താഴോട്ട് വരും. അപർണയോട് അമൽ പറയും, നിൻ്റെ ഇവിടുത്തെ ജീവിതമൊക്കെ കഴിഞ്ഞു, ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കുന്നൊക്കെ പറയും. അപർണ പറയും, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നില്ല, എൻ്റെ ജീവിതം എങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ വന്നത് ഇവർ രണ്ടുപേരും കാരണമെന്നൊക്കെ പറയും. അമൽ പറയും, നിന്നെ ഇറക്കി വിടാൻ ഇവരൊന്നും വേണ്ട, ഞാൻ തന്നെ മതി എന്നൊക്കെ പറയും. അപർണയാണെങ്കിൽ അമലിനെ കൊച്ചാക്കിയിട്ട് ഓരോന്ന് പറയും. അബി അപർണയോട് പറയും, നീ കയറി റൂമിൽ പോകുമെന്ന് പറയും. ഇത് കേട്ട് അപർണ പറയും, കണ്ടോ നിനക്ക് ഈ വീട്ടിൽ ഇത്ര വിലയേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ അമലിന് വിഷമാവും. അമൽ പറയും, ഏട്ടനെത്തിക്കും എന്നേക്കാളും വലുത് അവളാണല്ലേ. അതും പറഞ്ഞ് അമൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കും. അബിയാണെങ്കിൽ അമലിൻ്റെ പിന്നാലെ പോവും. അമല് അപർണ ചെയ്ത ക്രൂരതകൾ ഓരോന്നായിട്ട് പറയും. എന്നിട്ട് അവളെ സഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അബി പറയും, അവളൊരു വിഡ്ഢിയായതുകൊണ്ടാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരു സെക്കൻഡ് മതി ഒരു കാറ്റ് പോയ ബലൂണ് പോലെ അവളെ നിലത്ത് വീഴ്ത്താൻ. നമ്മളൊന്നും പറയാതെ തന്നെ അവളുടെ സ്വന്തം അച്ഛൻ എന്ന വിഗ്രഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. നീ അതുവരെ ഒന്ന് ക്ഷമിക്ക്. അമല് പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവളുടെ സ്വഭാവം മാറുമൊന്നുമില്ല. ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അവൾക്ക് ജാനകിയടുത്തിയോട് ദേഷ്യം കൂടുകയുള്ളൂ. അബി പറയും, നീ എന്ത് പറഞ്ഞാലും അവളെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് എല്ലാവരും ഒരുമിച്ച് നിർത്താനാ. ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഏട്ടനാവുന്നത്? അമല അവിടുന്ന് പോയി കഴിയുമ്പോൾ ജാനകി പറയും, സേനൻ്റെ മരണം ആത്മഹത്യ തന്നെയാണ്. അഭിയോയ്ക്കും, അതെങ്ങനെയാണ് നീ അറിഞ്ഞത്? ജാനകി പറയും, അഭിയേട്ടനും അതറിയണമെന്ന് പറഞ്ഞിട്ട് ആ കഥകളൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് അഭി പറയും, ഒക്കെ DYSP വൈകിക്ക് ബോധ്യമായി. ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. നകുലനെയും ഇന്ദ്രജയും കൂടി കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നകുലനെ ഇന്ദ്രജയെ ഇങ്ങനെ കുറ്റപ്പെടുത്തും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ജാനകി ഒന്ന് കാണുമെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കും. ഇന്ദ്രജ പറയും, ഞാൻ കണ്ടിരുന്നു, ഞാൻ ജാനകിയെ പോയി ഒരു ദിവസം കണ്ടിരുന്നു, അവളെൻ്റെ വായ അടപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറയും.